മുഖ്യമന്ത്രി ഇപ്പോൾ ഒന്ന് നേരത്തെ ഇത്രയും ദിവസം പറഞ്ഞതൊന്ന് മാറ്റിപ്പിടിക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് 40 ദിവസവും പ്രചരണം നടത്തിയത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായി CAA എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അത് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ക്യാമ്പയിനാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അത്രയും നാൾ ന്യൂനപക്ഷ വർഗീയത ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് ഇപ്പോൾ നേരെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെന്തിനാണ് മുസ്ലിം ലീഗിൻ്റെ മക്കിട്ട് കയറുന്നത്? SDPI പിന്തുണ UDF പ്രഖ്യാപിച്ചപ്പോൾ UDF എടുത്തൊരു ധീരമായ തീരുമാനമാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ UDF എതിർക്കും. അതുകൊണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞ 50 വർഷക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കക്ഷി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യവും വെൽഫെയർ പാർട്ടിയുടെ കാര്യവും രസകരമാണ്. 3 പതിറ്റാണ്ടോളം CPMൻ്റെ കൂടെയായിരുന്നു അവർ. അപ്പോൾ അവർ മതേതരവാദിയാണ്. കഴിഞ്ഞ 2019 അവർ ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ അധികാരത്തിൽ വരേണ്ടത്, വർഗീയ ഫാസിസ്റ്റ് മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്നും കേരളത്തിൽ UDF ആണ് ജയിക്കേണ്ടതെന്ന് 2019 അവർ തീരുമാനമെടുത്തു. അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തീരുമാനമെടുത്ത. എന്നാണ് അവർ ഇടതുമുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചത്, അന്ന് മുതൽ അവർ വർഗീയവാദികളാണ്. അതുവരെ അവർ മതേതരവാദികളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 5 തെരഞ്ഞെടുപ്പിലും ഈ വെൽഫെയർ പാർട്ടിയും അവരുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയും LDF സ്ഥാനാർത്ഥികൾക്കായിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. അന്ന് അവർ മതേതരവാദികൾ. ഇപ്പോൾ UDF പ്രഖ്യാപിച്ചപ്പോൾ അവർ വർഗീയവാദികൾ. അപ്പോൾ CPM അല്ല, ഈ അളവുകോലൊന്നും CPMൻ്റെ കയ്യിലില്ല. CPM അല്ല തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പ്യുവർ സെക്യുലർ സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണ് UDFൻ്റെ. ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ഒരു തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. അപകടകരമായൊരു നീക്കമാണ് ലീഗിൻ്റെ മുമ്പിൽ നിർത്തി ലീഗിനെ ആക്രമിച്ച് ഒരു പുതിയ പോർമുഖം തുറക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രവും കൗശലവും. വീണ്ടും CPM ഒന്ന് ചെയ്ത അപകടത്തിൽപ്പെട്ട് ഇതുവരെ ഉണ്ടാകാത്ത വലിയ ആഘാതം കിട്ടിയിരിക്കുക. 14 ജില്ലകളിൽ CPIയുടെയും CPMൻ്റെയും ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെയും യോഗങ്ങളിൽ നടക്കുന്നത് ഈ സർക്കാരിനെതിരായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. നിങ്ങൾ വരുന്ന വാർത്തകൾ നോക്ക്. ഞങ്ങൾ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ, നിങ്ങളുടെ മുൻഗണന എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് പാവപ്പെട്ടവരുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് അഴിമതി കാണിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ CPIഎമ്മിൻ്റെയും CPIയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും ഒക്കെ പ്രവർത്തകർ, അവരുടെ താഴെത്തട്ടിലുള്ള നേതാക്കൾ ഈ നേതൃത്വത്തെ, ഇടതുമുന്നണി നേതൃത്വത്തെ ചോദ്യം ചെയ്യാം. പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അവർ അടിവരയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തെറ്റ് തിരുത്തും എന്ന് പ്രഖ്യാപിച്ചിട്ട് വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഇവർ കൂപ്പുകുത്തുകയാണ്.